വിഷ്ണു ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന അഗസ്ത്യ മഹർഷിയെ സൽക്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ പൂജയിൽ മുഴുകിയിരുന്നത് കൊണ്ട് അഗസ്ത്യനെ അദ്ദേഹത്തിന് കണ്ട് മനസ്സിലാക്കി സൽക്കരിക്കാൻ സാധിക്കാത്തതിന് ദേഷ്യം കൊണ്ട് അഗസ്ത്യൻ അവിടെ ഈ രാജാവിനെ ശപിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇവിടെ മഹർഷി ശപിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു തരത്തിൽ പോലും ജ്ഞാനികളെ എങ്ങനെ അപമാനിക്കാനോ അവഹേളിക്കാനോ പാടില്ല. പക്ഷെ ഇവിടെ ദേവപൂജയിൽ ഏർപ്പെട്ടിരുന്നു എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. എങ്കിലും ശാപമുണ്ടായ സമയത്ത് ശാപമോചനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ രാജാവ് പിന്നീട് ഒരു ആനയായി മാറി, ശാപം മൂലം ഒരു ആനയായി മാറി ത്രികുട പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വന്ന് ഒരു വലിയ ആനയായിട്ട് വന്നു ചേർന്നു. ഈ ആനയും അനവധി പിടിയാനകളും ചേർന്നിട്ട് ഒരിക്കൽ ഈ ത്രികുട പർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള തടാകത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി എത്തുന്ന വേളയിൽ ഈ തടാകത്തിലിറങ്ങി വെള്ളം കുടിച്ച് അതിൽ നീന്തി തുടിക്കുമ്പോൾ ഈ ആനയുടെ കാലിൽ ഒരു മുതല പിടികൂടി. ഈ മുതല ഈ ആനയെ വെള്ളത്തിന്റെ താഴേക്ക് വലിച്ചു താഴ്ത്താൻ നോക്കി. ഈ സമയത്ത് ഈ ആനയും കൂടെ ഉണ്ടായിരുന്ന ആനകളുമൊക്കെ ഈ ആനയെ രക്ഷിച്ച് കരകയറ്റാൻ ശ്രമിച്ചു. അവസാനം കൂടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ ആ ആനകളെല്ലാം കരയിലേക്ക് കയറി അതവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ ഗജേന്ദ്രൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഈ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശാരീരികമായ തൻ്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ആത്മബോധം ഉണർന്നു വന്നു. ദേഹശക്തി മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മളിൽ അഹന്തയുണ്ടാവും. അഹന്ത ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തു വരില്ല? ആത്മബോധം ഉണരുകയില്ല. അപ്പൊ ആത്മബോധത്തിൽ മനസ്സ് കൊടുക്കാതെ നേരെ ദേഹശക്തിയായിരുന്നു ഇതുവരെ ആര് പ്രവർത്തിച്ചത്? ഈ ആന ആ ശക്തി കൊണ്ടാണ് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചത്. പക്ഷെ ദേഹത്തിന്റെ ശക്തിയും ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരുപോലെയുള്ളതാണോ? ആ ശക്തി ക്ഷയിച്ചു. ആ സമയത്ത് ആത്മബോധം വന്നെന്താ? പൂർവ്വജന്മത്തിൽ ഭഗവാനെ പൂജിച്ചിരുന്നത് കൊണ്ട്, ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ആ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് എന്തു വന്നു? ആത്മബോധം ഉണ്ടായി. അപ്പോഴാണ് ഗജേന്ദ്രൻ മനസ്സിലാക്കുന്നത്, പരിപൂർണമായും തൻ്റെ ശാരീരികമായ ശക്തി കൊണ്ട് തനിക്ക് പൂർണ്ണമായും രക്ഷപ്രാപിക്കാൻ സാധിക്കില്ല. എല്ലാ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്രാപിക്കണമെങ്കിൽ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാനെയാണെന്ന ബോധം ആർക്കുണ്ടായി? ഗജേന്ദ്രനുണ്ടായി. ഗജേന്ദ്രൻ ആ പൊയ്കയിൽ നിന്നൊരു താമര ഇറുത്തെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭഗവാനെ സ്തുതിച്ചു. സ്തുതിക്കുന്ന സമയത്ത് ഭഗവാൻ ഗരുഡവാഹനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ഈ മുതലയെ വധിച്ച് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു. ഇവിടെ ഒരു ആനയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാരീരികമായ ശക്തിയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജീവിയല്ലേ ആന? അല്ലേ? മനുഷ്യനേക്കാൾ ശക്തിയുള്ളതാണ് അല്ലേ? അപ്പൊ ശാരീരികമായുള്ള ശക്തിയും മനസ്സിലാവുന്നുണ്ടോ? അതെപ്പോഴാണ് നമ്മൾ അതിൽ രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, അഹന്തയുള്ളപ്പോഴാണ് ദേഹാഭിമാന ബോധവും ശാരീരിക ശക്തിയിൽ നമ്മൾ അഹങ്കരിക്കുന്നത്. അത്തരം അഹന്ത കൊണ്ടൊന്നും ജീവിതത്തിൽ പൂർണ്ണമായും മുക്തി നേടാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തപ്പെട്ടു അവിടെ ഗജേന്ദ്രൻ. അത് നമ്മളെ ബോധിപ്പിക്കാനാണ് ഇവിടെ അത്തരത്തിലൊരു ആനയുടെ തത്വത്തെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ ഈ ആനയുടെ ഈ ദേഹാഭിമാന ബോധത്തിൽ നിൽക്കുന്ന ശാരീരികമായ ശക്തിയെ താഴോട്ട് വലിച്ചു താഴ്ത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ത്രികുട പർവ്വതം എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. 3 പർവ്വതങ്ങൾ ചേരുന്നതാണ് ത്രികുടം എന്ന് പറയുന്നത്. അതിന്റെ താഴ്വാരത്താണ് ഈ തടാകം. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊക്കെ ഒരു ത്രികുട പർവ്വതത്തിനുള്ളിലാണ്. ഏതൊക്കെയാണ്? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. മനസ്സിലായില്ലേ? ഈ ത്രികുടങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത്. ഈ സ്വഭാവ തത്വമാണ് ഇവിടുത്തെ തടാകം എന്ന് പറയുന്നത്. അതിലെ ഞാനെന്ന അഹന്തയാണ് ഇവിടെ നമ്മുടെ ദേഹാഭിമാന ബലം. ആ അഹന്തയിൽ നമ്മൾ രമിക്കുമ്പോൾ ജീവിതത്തിൽ പ്രാരാബ്ധം, നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മം എന്ത് ചെയ്യും? നമ്മുടെ കാലിൽ പിടിച്ച്, മനസ്സിലായില്ലേ, അപ്പൊ നേരെ താഴേക്ക് താഴ്ത്താൻ ശ്രമിക്കും. അപ്പൊ സർവ്വ പ്രാരാബ്ധത്തിൽ നിന്ന് മോചിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആനയ്ക്ക് മോക്ഷം കൊടുത്തതല്ല, ദേഹാഭിമാന ബോധത്തിൽ വീണ് നമ്മളും മത്തഗജമായി മാറാതെ ആത്മബോധമുള്ളവരായി മാറാനാണ് ഇവിടെ ഭാഗവതം ഈ കഥ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. തൊട്ടുപുറവിലാണ് പാലാഴി മദനം. ഒരു പ്രധാന ഭാഗമായതുകൊണ്ട് വേഗത്തിലൊന്ന് പറയാം. കാരണം പാലാഴി മദന വേളയിലാണ് ഭഗവാന്റെ കൂർമാവതാരം വന്നു ചേരുന്നത് അല്ലേ? കൂർമാവതാരത്തിന്റെ പ്രത്യേകത എന്താ? കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമ എന്നുള്ളതാണ് അല്ലേ?
നമ്മൾ ആധ്യാത്മിക തത്വത്തിലേക്ക് പോകുന്ന സാധകൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായൊരു അവതാരമാണ് കൂർമ്മ അവതാരം. ഇപ്പൊ ചോദിക്കും, ഭഗവാൻ വിഷ്ണുവിന് എത്രയോ സുന്ദരമായ രൂപം ധരിക്കാമായിരുന്നു അല്ലേ? ഭഗവാൻ ഇന്നലെ വരാഹമായി പന്നിയുടെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞു, ഇന്ന് നരസിംഹ രൂപത്തിൽ വരുന്നു, കൂർമ്മ മത്സ്യം അല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള രൂപം? ഈ ഓരോ രൂപങ്ങളും ഓരോ തത്വത്തെ, ഓരോ ജ്ഞാനത്തെ നമ്മളെ ബോധിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അല്ലാതെ രൂപങ്ങളെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ആ രൂപത്തിന്റെ ആധാരമായ തത്വത്തെയാണ് നമ്മൾ അറിയേണ്ടത്. ആ തത്വത്തെ അറിയാത്ത കാലത്തോളം ആ രൂപത്തിലുള്ള ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മൾ എന്തായി മാറും? യഥാർത്ഥത്തിൽ അറിയേണ്ടതിനെ അറിയാതെ നമ്മൾ പിന്തുടരുന്നവരായി മാറ്റപ്പെടും. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം കൂടി നമ്മളെ മുന്നിൽ പെട്ടെന്ന് പറഞ്ഞാല്, നമ്മളെ മഹാദേവന് മൂന്നാമതൊരു കണ്ണുണ്ടല്ലേ, തൃക്കണ്ണൻ, അങ്ങനല്ലേ അറിയുന്നേ? എന്തിനാ ഈ 3 കണ്ണ്? ലോകത്ത് ആർക്കെങ്കിലും നമ്മൾ 3 കണ്ണ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ മഹാദേവൻ എന്തിനാ ഈ 3 കണ്ണ്? മഹാദേവന് മാത്രമേ ഉള്ളൂ ഈ 3 കണ്ണ്? ആണോ? ഇവിടെയാണ് നമ്മൾ ഭഗവാന്മാരെ ഭജിക്കും, പക്ഷെ ഭഗവത് തത്വത്തെ അറിയാതെ ഭജിക്കുന്നവരായി നമ്മൾ, മനസ്സിലാവില്ലേ, മുന്നോട്ട് പോകും. ശരിക്കറിഞ്ഞു ഭജിക്കുകയാണ് വേണ്ടത്. തപ ജപ സർത്ഥഭാവനം. ജപമാണെങ്കിലും അത് പ്രവൃത്തിയാണെങ്കിലും അതെങ്ങനെയായിരിക്കണം? അർത്ഥമറിഞ്ഞ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാതെ പോകും. നമ്മുടെ ദേവന്റെ ഓരോ രൂപങ്ങളും ഓരോ ഭാവങ്ങളും കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വരെ, അത് ഏത് ദേവന്റെ ആണെങ്കിലും, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ അറിയേണ്ട ജ്ഞാനത്തെ ബോധിപ്പിക്കാനുള്ള ഒരു പ്രതീകമാണ്, സിമ്പലാണ്. മനസ്സിലായില്ലേ? അത് യാഥാർത്ഥ്യ സ്വരൂപമല്ല, അതൊരു പ്രതീകമാണ് നമ്മളെ ബോധിപ്പിക്കാൻ. നമ്മളിപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ ചില സിഗ്നൽ ബോർഡ് ഇരിക്കാറില്ലേ അല്ലേ? ചില സ്കൂളുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒരു കുട്ടി ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്നത്, അത് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? അടുത്ത് സ്കൂളുണ്ട്. ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒരു അധിക ചിഹ്നം കാണിക്കില്ലേ, അടുത്ത ഹോസ്പിറ്റലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചില റെയിൽവേ ക്രോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, വേലി പോലെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ ഒരറിവിലേക്കല്ലേ ഈ ബോർഡ് എത്തിക്കുന്നത് അല്ലേ? അതോ ഈ ബോർഡ് സ്കൂളാവുമോ? ഈ ബോർഡ് ഏതെങ്കിലും ഹോസ്പിറ്റലാവുമോ? ഇല്ല. നമ്മളിലേക്ക് അറിവ് പകർന്നു തരാം. ഇടുങ്ങിയ പാലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടുങ്ങിയ രീതിയിൽ അത് ഇല്ലേ, ഒരു ചെറിയായിട്ട് വഴി അല്ലെങ്കിൽ വളവുണ്ടെങ്കിൽ നമ്മളൊരു എസ് വളവ് പോലെയൊക്കെ കാണിച്ചു വെക്കും. അപ്പൊ ഇത് നമുക്കൊരു ബോധം പകരുകയല്ലേ? ഇതുപോലെ ഭക്തന് വേണ്ട ബോധത്തെ പകരാനാണ് ദേവന്റെ രൂപം. അല്ലാതെ ദേവൻ ഒരു രൂപത്തിൽ ഇരിക്കുന്ന ആള് അല്ല. മനസ്സിലായില്ലേ? നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട്? എത്ര ഈശ്വരന്മാരുണ്ട്? ഈശ്വരാന്നൊരു വിളി പുള്ളി വരും. എത്ര ഈശ്വരന്മാരാ ഉള്ളേ? ഇവിടെയാണ് നമ്മുടെ ഈശ്വരീയമായ കാര്യത്തില് ഇതൊക്കെ മൈക്ക് കെട്ടി നാട്ടുകാരും കൂടെ കേൾക്കുന്ന നാണക്കേടാ. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഭക്തന്മാരാണെന്ന് പറഞ്ഞ് നടക്കുമ്പോ ഇതൊക്കെ ഈ നാട്ടിലിരിക്കുന്ന പലരും കേൾക്കുമ്പോ അവർക്ക് തന്നെ തോന്നും, വെറുതെ അല്ല ഭഗവാന്റെ സ്വത്തൊക്കെ ഓരോരുത്തർ കട്ടുകൊണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഭക്തന്മാരായതുകൊണ്ടാണ്. വെറുതെ അല്ല നമ്മുടെ ഈശ്വര ചിന്തകളെ കുറിച്ച് മറ്റു പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ പലരും നടത്തുന്നത്. ഗണപതി മിത്താണെന്ന് പറയുന്നത്, ശിവന് ചുടലവസം പൂശി കിടക്കുന്ന ശിവനെ അമ്പലത്തിലിരുത്തുന്ന ആ ഭാവത്തെക്കുറിച്ച് ഭദ്രകാളി നാക്ക് നെട്ടിലെ പലതരത്തിലും പറഞ്ഞ് അപമാനിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില മഹാത്മാക്കൾ ഇറങ്ങി ദൈവചിന്തകൾക്കെതിരെ പറഞ്ഞ് പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ഇങ്ങനെയുള്ള ഭക്തന്മാരാവുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുഃഖവും ഇതാണ്. കാരണം ഹിന്ദുവിന്റെ ശാസ്ത്രം ഭാഗവതോ മഹാഭാരതമോ ഭഗവത്ഗീതയോ രാമായണമോ പഠിക്കണം, അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ എതിർക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള കുറെ ആൾക്കാരാണ്. എന്താ കാരണം? അവരുടനെ പറയാം അതൊന്നും പഠിപ്പിക്കാൻ പാടില്ല, അതൊക്കെ എന്തോ വഴിതെറ്റിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ തലമുറയെ നല്ല വഴിയിലേക്ക് പോകാതെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. മനസ്സിലായില്ലേ? നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. മറ്റുള്ളവരൊക്കെ അവരുടെ ഈശ്വരാരാധനയെ കുറിച്ച് പഠിക്കുന്നതിൽ അഭിമാനത്തോടെ പഠിക്കുന്നുണ്ടല്ലേ? അത് നല്ലതാണ്. ഇവിടെ ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന ദൈവത്തിനെ
ദൈവം നമ്മളെ രക്ഷിക്കാനല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ട ഗുണങ്ങളാണ് ദൈവം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ല ദൈവം പുറത്തുനിന്നെങ്ങാനും വരുന്ന ശക്തിയാണെന്ന് തോന്നുന്നവർക്കാണ് കൊറോണ വന്നപ്പോൾ ദൈവം എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നത്. പുറത്തുനിന്നുള്ള ശക്തിയല്ല ദൈവം, അവനവൻ്റെ ഉള്ളിൽ വളരേണ്ട ഗുണമാണ് ദൈവം. ദൈവത്തിലൂടെ അവനവൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്താനാണ് ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വര ചിന്തയെക്കുറിച്ച് അടിസ്ഥാനമായി പഠിച്ചാൽ അവനവൻ്റെ ജീവിതത്തിന് വേണ്ട ജീവിത സ്വഭാവ ഗുണങ്ങളെ രൂപപ്പെടുത്തുകയാണ് ദൈവചിന്തയിലൂടെ. ഇവിടെ ശിവന്റെ മൂന്നാമത് കണ്ണുള്ള ഒരാൾ പുറത്തുണ്ട് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കും വേണം മൂന്നാമതൊരു കണ്ണ്. മനസ്സിലായില്ലേ? മഹാദേവനെ നമ്മൾ ആരാധിക്കുമ്പോൾ എന്താ മൂന്നാമത്തെ കണ്ണ്? ജ്ഞാനമാകുന്ന കണ്ണ്. മനസ്സിലായില്ലേ? പുറമേയുള്ള രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതിനെ തെറ്റും ശരിയെയും വേർതിരിച്ചറിയാൻ അറിവാകുന്ന ഒരു കണ്ണ് വേണോ വേണ്ടയോ? മനസ്സിലായോ? അപ്പൊ ജ്ഞാനമാകുന്ന കണ്ണ്, അതാണ് ശിവന്റെ തൃക്കണ്ണെന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഒരിക്കൽ മൂന്നാമതൊരു കണ്ണിവിടെ ഇരിപ്പുണ്ട് തുറന്നു നോക്കുന്നത്. ഈ കണ്ണ് ഒരിക്കൽ മാത്രമേ മഹാദേവൻ തുറന്നിട്ടുള്ളൂ. എപ്പോഴാ? കാമദേവനെ ഭസ്മീകരിക്കാൻ. മനസ്സിലായില്ലേ? പാർവതി പരിണയത്തിന് മുമ്പ് കാമദേവൻ വന്ന് ഭഗവാന്റെ നേരെ അവിടെ പഞ്ചസായക ബാണം എയ്യുമ്പോൾ ഭഗവാൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മീകരിച്ചു. ഒരൊറ്റ തവണയേ ഉള്ളൂ. നിങ്ങൾ ശിവപുരാണം വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കണം. പുരാണങ്ങളൊക്കെ അർത്ഥപൂർണമാണ്. ഈ അർത്ഥത്തിൽ അതിനെ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും തെറ്റിനെ ശരിയെന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കും. മനസ്സിലായില്ലേ? ശരിയായ നിലയിൽ ഭഗവത് ചിന്തയെ നമ്മൾ പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരൊറ്റ തവണ. കാമം എന്ന് പറഞ്ഞാൽ എന്താ? അമിതമായ മോഹങ്ങൾ. മനസ്സിലായില്ലേ? അമിതമായ മോഹങ്ങൾക്ക് പുറകിൽ പോയാൽ അജ്ഞാനത്തിൽ പെടും. അജ്ഞാനികളാണ് അത്യാഗ്രഹത്തിന് പുറകിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അമിതമായ മോഹങ്ങൾക്ക് പുറകിൽ പോകാതെ മോഹങ്ങളെ നിയന്ത്രിച്ച് ജീവിതം ശ്രേഷ്ഠമാകണമെങ്കിൽ ഏത് കണ്ണാവശ്യമാണ്? ജ്ഞാനമാകുന്ന കണ്ണാവശ്യമാണ്. അല്ലേ? നിങ്ങൾ ഹരിനാമകീർത്തനത്തിൽ ഒരു വരി കേട്ടിട്ടില്ലേ? കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് പുറത്തുള്ള എല്ലാം കാണാൻ പറ്റും. അല്ലേ? തെറ്റാണോ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അകത്തൊരു കണ്ണ് വേണം, അറിവിന്റെ കണ്ണ്. അതാണ് അവിടെ ശിവന്റെ തൃക്കണ്ണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശിവനെ ആരാധിക്കുമ്പോൾ ആ ശിവന്റെ തൃക്കണ്ണ് എവിടെ ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാവണം. നമ്മളാണ് ശിവൻ. അതുകൊണ്ടാണ് നമ്മൾ ശിവനെ ഭജിക്കുന്ന സമയത്ത് ഒരു കീർത്തനം ചൊല്ലും. എന്താ? എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെയാറ് പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഒരു ദൈവവും പുറത്തല്ല എന്ന ബോധം നമുക്ക് വേണ്ടത്. ഒരു ഈശ്വരനും പുറത്തല്ല. അവനവന്റെ ഉള്ളിലുള്ള ആത്മബോധമാണ് ഈശ്വരൻ. അവനവന്റെ ഉള്ളിലുള്ള അറിവാണ് ഈശ്വരൻ. ആ ബോധമില്ലാത്തവരെ തിരുത്താൻ ലോകത്ത് ആർക്ക് സാധിക്കില്ല? സാധിക്കൂ? മനസ്സിലാവുന്നുണ്ടോ? അവനവന്റെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാനാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കീർത്തനത്തിൽ പറയുന്നു, എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവൻ. ഏതാ ഈ 6 പടി? ഏത് അമ്പലത്തിലാണ് ഈ 6 പടി? അമ്പലത്തിലെ പടിയല്ല. അവ ഓരോ മനുഷ്യന്റെ ശരീരത്തും 6 പടികളുണ്ട്, 6 ചക്രങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈ ചക്രങ്ങളിലൂടെ നമ്മുടെ പ്രാണശക്തി ഉയർന്ന് അത് പൂർണ്ണ ബോധത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പരിവർത്തനമാണ് ശിവദർശനം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കണ്ണാടിയെ പ്രതിഷ്ഠിച്ചു തന്നു. അല്ലേ? എന്തിനാണ്? നീ നിന്നെ തന്നെയാണ് അറിയേണ്ടത് ഈശ്വരനായി. കണ്ണാടി നോക്കി ആരെയാ കാണുന്നത്? അയലത്തുകാരനെയാണോ? അവനവനെ തന്നെയാണ്. ശബരിമലയിൽ എത്തുമ്പോൾ നമ്മൾ കേട്ടു തത്വമസി. ഇല്ലേ? അത് നീയാകുന്നു. അഹം ബ്രഹ്മാസ്മി, അയമാത്മ ബ്രഹ്മ. നമ്മളിലുള്ള കഴിവിനെ കണ്ടെത്തി ആ കഴിവിനെ വർദ്ധിപ്പിച്ച് ആ കഴിവ് കൊണ്ട് ഉജ്ജ്വലിക്കലാണ് ഈശ്വര ദർശനം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പുറമേ ഈശ്വരനെ തേടി അലയുന്നവർ എപ്പോഴും കൂപമണ്ഡൂകങ്ങളാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള വിചാരിക്കും ഈ കിണറാണ് ലോകത്തിലെ ഏറ്റവും വലുത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? ഈ കിണറിനപ്പുറത്തേക്കൊരു ലോകം ഈ തവള കണ്ടിട്ടില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കഥയാ. കിണറ്റിൽ കിടക്കുന്ന തവള കടലിൽ കിടക്കുന്ന തവളയോട് തർക്കിക്കും. എന്താ കാരണം?
കിണറ്റിൽ കിടക്കുന്ന അവളെ പറയും കടൽ എന്ന് പറഞ്ഞാൽ കിണറിന്റെ അത്രയും ഇല്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക. കാരണം ഇതിനപ്പുറത്തേക്കൊരു ലോകം കണ്ടിട്ടില്ല. ഇങ്ങനെ കാണാതെ വരുമ്പോഴാണ് ഈ തർക്കം നമുക്ക് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞത് പഠിച്ചു മനസ്സിലാക്കുമ്പോൾ പുറമേ ഒരു ദൈവവുമില്ല, അവൻ അവന്റെ ഉള്ളിൽ തന്നെയാണെന്ന ബോധത്തിലേക്ക് നമ്മളെത്തും. ശിവം ഭൂത്വ ശിവം യജേത്, ശിവനെ ഭജിച്ച് ശിവനായി തീരുക, നരൻ നാരായണനായി തീരുക. ഇതല്ലേ നമ്മുടെ ദർശനം? ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെ തത്വം അതാണ്. ആ തത്വത്തെയാണ് ഇവിടെ കൂർമാവതാരത്തിലേക്ക് വരുന്നത്. പാലാഴി മദനം നമുക്കറിയാം, അവിടെ ഒരു ശാപമുണ്ടായി. ദേവന്മാർക്ക് ആ ശാപം കൊണ്ട് എന്തു പറ്റി? ജരാനരകൾ വന്നു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ അമൃതിന് വേണ്ടി പാലാഴി മദനം ചെയ്തു. ആ പാലാഴി മദനത്തിന് ഉപയോഗിച്ച കൂർമ അവതാരം വന്നു ചേരുന്നത് മന്ദരപർവ്വതം താഴേക്ക് താഴ്ന്നപ്പോൾ അത് ഉയർത്തി വെക്കാൻ ഭഗവാൻ കൂർമഭാവത്തിൽ വന്നു. എന്താ ഈ കൂർമഭാവം? നിങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ, ഈ സേവാപന്തലിന് മുന്നിലായിട്ട് അവിടെ ഒരു വലിയ വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്കിന്റെ അടിയിൽ ഒരു ആമയുടെ പടമുണ്ട്, അല്ലേ? ഉണ്ടോ? ക്ഷേത്രത്തിൽ തിരുമേനിമാരിരുന്ന് പൂജ ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു പലകയുണ്ട്, ഒരു തല പോലെ ഒരു ഭാഗമൊക്കെ കൊടുത്ത്. യഥാർത്ഥത്തിൽ അത് ആവണി പലക എന്നൊക്കെ നമ്മൾ പറയെങ്കിലും കൂർമ്മ പലക എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. ഒരാമയുടെ രൂപത്തിൽ വേണം അത് പണിയാൻ. 2 കാല്, 2 കയ്യ്, ഒരു വാല്, ഒരു തല. ഇത് ഇത്രയും ചെറിയ ആമയുടെ രൂപത്തിലാണ് വരുന്നത്. ക്ഷേത്രം പണിയുമ്പോൾ ക്ഷേത്രത്തിൽ വിഗ്രഹം ഉറപ്പിക്കുന്നതിന്റെ നേരെ താഴെ കൂർമ്മതത്വത്തിൽ ഒരു ശില പാകാറുണ്ട് ഷടാധാര ക്ഷേത്രത്തിൽ. എന്തിനാ ഈ കൂർമ്മതത്വം? എന്തിനാ നിലവിളക്കിന്റെ ചവിട്ടിൽ ആ ആമയുടെ രൂപം പണിഞ്ഞു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരി അങ്ങനെ ഒരു പലകയിൽ ഇരിക്കുന്നത്? എന്തിനാണ്? കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു പലക? എന്തിനാത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ കൂർമാവതാരത്തിലൂടെ ബോധിപ്പിക്കുന്നത് പാലാഴി എന്ന് പറഞ്ഞ കടൽ കടഞ്ഞതിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല, നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു മഥനമുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ജീവിതം പാലാഴിയെ പോലെയാണ്, ഒരു നദിയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കടൽ പോലെയാണ്. കടലിന്റെ എല്ലാ സ്ഥലവും ഒരുപോലെയാണോ? ചിലപ്പോൾ പ്രക്ഷുബ്ധമാവാം, ശാന്തമാവാം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം അതുപോലെയല്ലേ? ആണോ അല്ലയോ? എല്ലാ സമയവും ഒരുപോലെയാണോ? അല്ല. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ സദ്ഗുണങ്ങളാകുന്ന ഔഷധങ്ങൾ ഇടണം. മനസ്സിലായില്ലേ? മന്ദരപർവ്വതം ഉറപ്പിക്കണം. ഏതാ? ബുദ്ധിയെ ഉയർത്തി നിർത്തുന്നതാണ് മന്ദരപർവ്വതം. പിന്നെയോ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ആ ശിരസിനോട് ചേർന്ന മനസ്സാകുന്ന ഉടൽ, അതാണ് വാസുകി. അതിനെ കയറാക്കണം. അത് കഴിഞ്ഞ് രാഗങ്ങളാകുന്ന ദേവന്മാരും ദേശങ്ങളാകുന്ന അസുരന്മാരെയും തുല്യമായി നിർത്തണം. മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബുദ്ധിയെ കടകോലാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കടഞ്ഞെടുക്കണം, ജ്ഞാനത്തെ കടഞ്ഞെടുക്കണം. അങ്ങനെ കടയുമ്പോൾ പലതും ഉയർന്നു വരും. അതിന്റെ ഭാഗമാണ് കാളകൂട വിഷം വന്നത് ശിവൻ ആഹരിച്ചതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കടഞ്ഞെടുക്കുന്ന വേളയിൽ ഈ ബുദ്ധി എപ്പോഴെങ്കിലും ജീവിതത്തിൽ താഴേക്ക് താഴുമ്പോൾ ആ ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിക്കണം. അതാണ് പരമാത്മബോധം. അവിടെ എന്താണ് ഈ ആമയുടെ രൂപത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ ആമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ ആമയുടെ പ്രത്യേകത? ആമയുടെ പ്രത്യേകത എന്താ? 6 അവയവങ്ങളെ ഉള്ളിൽ വലിക്കാൻ കഴിവുള്ള ഏക ജീവിയാണ് ആമ. 6 അവയവം, 2 കൈ, 2 കാല്, അല്ലേ? 4 എണ്ണമായി. ഒരു വാലുണ്ട്, ചെറിയൊരു വാലുണ്ട്, ഉള്ളിൽ വലിക്കും. തലയുണ്ട്, ഉള്ളിൽ വലിക്കും. മനസ്സിലായില്ലേ? 6 അവയവങ്ങളെ ഉള്ളിൽ വലിക്കാൻ ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ജീവി ഉണ്ടോ? കൃത്യമായ 6 എണ്ണം ഷഡംഗങ്ങളെ ഉള്ളിൽ വലിക്കുന്നതാണ് ആമ. നമ്മളും ഭഗവാനെ ധ്യാനിക്കുമ്പോൾ, ഭഗവത് ചിന്തയെ മുഴുകുമ്പോൾ നമ്മളും 6 അംഗങ്ങളെ ഉള്ളിലാക്കണം. വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമം ചെല്ലുമ്പോൾ ഒരു വരിയുണ്ട്, ഭഗവാന്റെ അധോക്ഷജൻ. ഭഗവാന്റെ ഒരു പേരാണ് അധോക്ഷജൻ. എന്താ അധോക്ഷജൻ? അധോക്ഷജൻ വെച്ചാൽ കണ്ണുകൾ ഉള്ളടക്കിയവൻ, അക്ഷിയെ ഉള്ളടക്കിയവൻ. പഞ്ച ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. മനസ്സിലായില്ലേ? അതാണ് കൈ, കാല്, വാല്. പിന്നെ തലയോ? തലയെന്ന് പറഞ്ഞാൽ മനസ്സ്. മനസ്സിലായില്ലേ? നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും പുറത്തേക്ക് യാത്ര ചെയ്യിപ്പിക്കാതെ ഉള്ളിലേക്ക് വലിച്ച് മനസ്സിനെ ഉള്ളിൽ നിയന്ത്രിച്ചാൽ മാത്രമേ ഭഗവത് ചിന്തയിൽ മുഴുകുവാൻ പറ്റൂ. മനസ്സിലായില്ലേ? പരമാത്മബോധം ഉള്ളിൽ വരും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ദീപാരാധനയ്ക്ക് തൊഴുതാൻ നിൽക്കാന്ന് വെച്ചോ, കണ്ണടുത്തൂടെ പോകുന്ന ആളുടെ കാഞ്ചീപുരം പട്ടിപ്പോയാൽ പിന്നെ ഭഗവാനെ നോക്കാൻ പറ്റുമോ? മൂക്കടുത്തൂടെ പോകുന്ന ആളുടെ സ്പ്രേയുടെ പുറകിൽ പോയാൽ നോക്കാൻ പറ്റുമോ? നാക്ക് അപ്പുറത്തൂടെ പോകുന്ന ആളിന്റെ പരദൂഷണം പറയാൻ പോയാൽ ഭഗവാന്റെ നാമം ചെല്ലാൻ പറ്റുമോ?
കാത് വേറെ ആരെങ്കിലും പറയുന്ന വർത്താനം ശ്രദ്ധിക്കാൻ പോയാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. മനസ്സിലായോ? എളുപ്പം മനസ്സിലാവാനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. മനസ്സോ അത് തനിയെ പുറത്തു പോകുന്നതാണ് അല്ലേ? ആ മനസ്സ് പുറത്തു പോകാതെ അതിനെയും നിയന്ത്രിക്കണം. അതാണ് ഭഗവാന്റെ കൂർമാവതരം. അതുകൊണ്ടാണ് പൂജാരി ഇരിക്കുന്ന പലക കൂർമ്മ പലക എന്ന് പറയുന്നത്. എന്താ? പൂജാരി പൂജ ചെയ്യാനിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും പുറത്തേക്ക് പോകാതെ നിയന്ത്രിച്ച് വേണം ദേവപൂജ ചെയ്യാൻ. ആ നിയന്ത്രണമില്ലെങ്കിൽ പൂജ പുറമേ നടക്കത്തുള്ളൂ, അകമേ ആ പൂജയുടെ ഫലം ഉണ്ടാവുക ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കൂർമ്മതത്വം ജീവിതത്തെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയ നിയന്ത്രണമാണ് ജീവിത വിജയം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? അവിടെ ജ്ഞാനമാകുന്ന അമൃത് ഉയർന്നു വരും. മനസ്സിലായില്ലേ? ഇവിടെ ഉയർന്നു വന്ന അമൃതം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ആ അമൃതിനെയാണ് പാലാഴി മദനത്തിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.